Hello friends, welcome back to Lay Delicious. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 ഓറിയോ റെസിപ്പീസ് ആണ്. അത് നമ്മൾ ആദ്യം ഓറിയോ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് അമർത്തി കൊടുക്കുക. ആദ്യം ഞാനിവിടെ 8 പീസ് ഓറിയോ ബിസ്ക്കറ്റ്സ് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല പൊടിയാക്കി എടുത്തതിന് ശേഷം ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് മൈക്രോവേവബിൾ ബൗളിൽ ബട്ടർ നന്നായി ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത വെറൈറ്റി ഈസി ഹോം മെയ്ഡ് റെസിപ്പീസിന് വേണമെങ്കിൽ മേലെ പോപ്പപ്പ് ചെയ്യുന്ന കാർഡിൽ നിന്ന് തൊട്ടെടുക്കുക. നിങ്ങൾക്ക് വെറൈറ്റി റെസിപ്പീസ് അറിയാൻ പറ്റും. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തെടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ഓറിയോ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. 1 മിനിറ്റാണ് മൈക്രോവേവ് ചെയ്തെടുക്കുന്നത്. മൈക്രോവേവ് ചെയ്തിട്ട് പെർഫെക്റ്റ്ലി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. കേക്ക് ടോപ്പിങ്ങിനായിട്ട് ഒരു 20 ഗ്രാംസ് ഓഫ് മിൽക്ക് ചോക്ലേറ്റിൻ്റെ കൂടെ 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് തിക്ക് ക്രീം കൂടിയിട്ട് മൈക്രോവേവ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിന് മുകളിൽ കുറച്ച് ഓറിയോ ക്രംസും കൂടി ആഡ് ചെയ്തെടുത്ത് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓറിയോ മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ 8 ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് പാല്, 1/2 കപ്പ് ഐസ് ക്യൂബ്സ്, ഒരു 200 ml ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗാർണിഷിങ്ങിനായിട്ട് ഞാനിവിടെ മെൽറ്റഡ് ചോക്ലേറ്റിൽ ഗ്ലാസ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലൊക്കെ ഓറിയോ ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു ടോപ്പിംഗ് ആയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ ടോപ്പിങ്ങിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓറിയോ ബോൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ 10 പീസ് ഓറിയോ ബിസ്ക്കറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ പാൽ കൂടി ചേർത്ത് നന്നായി ഒരു ബോൾ പരുവത്തിലാകുന്ന വരെ മിക്സ് ആക്കി എടുക്കുക. നമ്മളെ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾ ആക്കിയെടുക്കാം. ഇവിടെ കുറച്ച് ചോക്ലേറ്റ്, ഒരു 40 to 80 ഗ്രാംസ് ഓഫ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണോളം തിക്ക് ക്രീം കൂടി ആഡ് ചെയ്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് ഡിപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തെർമോക്കോൾ സ്റ്റാൻഡ് മേലെ കുത്തിവെച്ച് കൊടുക്കാം. അതേപോലെ മറ്റു ബോൾസും കൂടി ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്ത ബോൾസിൻ്റെ മേലെ കുറച്ച് ഓറിയോ ക്രംസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഓറിയോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് റിയലി യമ്മി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ 3 ഈസി ഓറിയോ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ മറ്റുള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ.